अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुह व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु सल्लल्लाहु अला नबिय्यिना मुहम्मदिन व आलिहि व सहबिहि अजमईन। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। या अय्युहल्लज़ीना आमनु तक़ुल्लाह हक़्क़ तुक़ातिहि व ला तमूतुन्न इल्ला व अंतुम मुस्लिमून। या अय्युहन्नासु तक़ू रब्बकुमुल्लज़ी ख़लक़कुम मिन नफ़्सिन वाहिदा व ख़लक़ मिन्हा ज़ौजहा व बस्स मिन्हुमा रिजालन कसीरन व निसाअ वत्तक़ुल्लाह अल्लज़ी तसाअलून बिही वल अर्हाम इन्नल्लाह कान अलैकुम रक़ीबा। या अय्युहल्लज़ीना आमनु तक़ुल्लाह वक़ूलू क़ौलन सदीदा युस्लिह लकुम अअमालकुम व यग़फ़िर लकुम ज़ुनूबकुम व मन युति'िल्लाह व रसूलहु फ़क़द फ़ाज़ फ़ौज़न अज़ीमा। अम्मा बअदु फ़इन्न अस्दक़ल हदीस किताबुल्लाह व खैरल हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअह व कुल्ल बिदअतिन ضलालह व कुल्ल ضലാലത്തിൻ ഫിന്നാർ। ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ സംസാരിച്ച വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല വൈല് കൊണ്ട് താക്കീത് നൽകിയ വ്യത്യസ്തങ്ങളായ ആളുകളെ സംബന്ധിച്ചാണ്. വൈലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു പ്രയോഗമാണ്. കഠിനമായ ശിക്ഷ നൽകപ്പെടുന്നതായ ചില ആളുകളുണ്ട്. അങ്ങനെ വൈലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത ആളുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്നത് അതിൽ വളരെ ഗൗരവമുള്ള, ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഭാഗമാണ്. അത് കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്ന, നിഷിദ്ധമായ രീതിയിൽ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം, വൈലുൽ ലിൽ മുത്തഫിഫീൻ. മുത്തഫിഫീങ്ങൾക്ക് വൈലുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട്. ആരാണ് മുത്തഫിഫീങ്ങൾ? അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും അളന്നു വാങ്ങിയാൽ പൂർണ്ണമായി അത് അളന്നു വാങ്ങും. വ ഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. ജനങ്ങൾക്ക് അളന്നു കൊടുക്കുകയാണ് അല്ലെങ്കിൽ തൂക്കി കൊടുക്കുകയാണ്, അപ്പോൾ അതിൽ കമ്മി വരുത്തും. ഇങ്ങനെയുള്ള ആളുകളാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. അങ്ങനെയുള്ള ആളുകൾ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് അവർ ചിന്തിക്കുന്നില്ലേ? മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്നതിനെ സംബന്ധിച്ച് അവർക്ക് ധാരണയില്ലേ? ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. വളരെ ഭയാനകമായ ഒരു ദിവസം, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ മുന്നിൽ ജനങ്ങൾ നിൽക്കുന്നതായ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ സംബന്ധിച്ചുള്ള ബോധം അവർക്കില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇവിടെ മുത്തഫിഫീങ്ങൾക്ക് നാശമുണ്ട് എന്ന് പറയുമ്പോൾ, അളന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തൂക്കുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ളതായ കൃത്രിമത്വം കാണിക്കുക, ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗം നടത്തിയിരിക്കുന്നത്. വളരെ ലഘുവായ രീതിയിൽ, ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ളതായ തട്ടിപ്പ് നടത്തുക, അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിമർശിച്ചത്. അപ്പോൾ വലിയ തോതിൽ ആളുകളുടെ സമ്പത്ത് മോഷ്ടിക്കുന്ന, കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്ന
ഇതിനേക്കാൾ കഠിനമായ ഗുരുതരമായ കാര്യമാണ്. ഇവിടെ വളരെ ലഘുവായ രീതിയിൽ ആളുകൾ മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ ചെറിയ തട്ടിപ്പ് നടത്തിയാൽ തന്നെ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, കച്ചവടവുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യരും കച്ചവടം നടത്തുന്നവരാണ്. ഒന്നുകിൽ വാങ്ങുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു. ദൈനംദിനം ഓരോ ദിവസവും ആളുകൾ കച്ചവടവുമായി ബന്ധപ്പെടുന്നുണ്ട്. കച്ചവടവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹറാമുകൾ, നിഷിദ്ധങ്ങൾ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ അതിനെ സംബന്ധിച്ച് അജ്ഞരാണ്, അതിനെ സംബന്ധിച്ച് അവർ ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ട് നാം ഏതെങ്കിലും ഇടപാടുകൾ നടത്തുന്നുണ്ട് എങ്കിൽ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ അതിൽ കൃത്യമായ സൂക്ഷ്മത പാലിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഒന്നാമതായി, നാം ഭക്ഷിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് നാം കൊടുക്കുന്ന ഭക്ഷണം, അത് ഹറാമിൽ നിന്ന് സുരക്ഷിതമാണ്, ഹലാലായതാണ്, ശുദ്ധമായതാണ്, ത്വയ്യിബായതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വിശ്വാസിക്ക് അനിവാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹാ. അല്ലയോ മുർസലീങ്ങളെ, അംബിയ മുർസലീങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ ത്വയ്യിബാത്തുകളിൽ നിന്ന്, വിശിഷ്ടമായതിൽ നിന്ന്, നല്ലതിൽ നിന്ന് ഭക്ഷിക്കുക. അനുവദനീയമായ നല്ല ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. മറ്റൊരായത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ബാത്തിലായ രീതിയിൽ, ഹറാമായ നിഷിദ്ധമായ രീതിയിൽ നിങ്ങളുടെ സമ്പത്ത് പരസ്പരം അപഹരിച്ച് കഴിക്കരുത്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. ബാത്തിലായ രീതിയിൽ, അനുവദനീയമല്ലാത്ത മാർഗത്തിൽ നിങ്ങൾ ആളുകളുടെ സമ്പത്ത് കൈവശപ്പെടുത്തിക്കൊണ്ട് കഴിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നിഷിദ്ധമായത് ഭക്ഷിക്കുന്നതിന് നിരോധിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വയ്യിബായതിനെ, നല്ലതിനെ ഭക്ഷിക്കണം, ഹലാലായതിനെ ഭക്ഷിക്കണം എന്ന് ഉണർത്തിയതിന് ശേഷം ഒരു ഉപമ പറയുകയാണ്. ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു തന്നു. ثم ذكر الرجل يطيل السفر. ദീർഘമായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ. അശാഥ അഗ്ബറ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെല്ലാം പൊടി പുരണ്ടിട്ടുണ്ട്, മുടി പാറി പറന്നിട്ടുണ്ട്, യാത്ര ചെയ്ത് ക്ഷീണിച്ചതായ മനുഷ്യനാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ. അദ്ദേഹം രണ്ട് കരങ്ങളും ആകാശലോകത്തേക്ക് ഉയർത്തുന്നു. എന്നിട്ട് യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ആ മനുഷ്യൻ്റെ രൂപവും ഭാവവും പ്രവൃത്തിയുമെല്ലാം ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഒരാൾ ദീർഘമായ യാത്ര ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, ക്ഷീണിക്കുന്നു. അങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. ധാരാളം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് മുടി പാറി പൊടി പുരണ്ട അവസ്ഥയിൽ അറഫയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരുടെ ദുആഇന് ഉത്തരം സ്വീകരിക്കാനുള്ള ഒരു കാരണം അതാണ്. ദീർഘമായ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നു എന്നുള്ള കാരണത്താലാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം രണ്ട് കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നതും ഉത്തരം നൽകപ്പെടാനുള്ളതായ സബബാണ്, കാരണമാണ്. യാ റബ്ബി യാ റബ്ബി, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി തവസ്സുലാക്കി അള്ളാഹുവിനോട് ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ അസ്മാഅകൾ കൊണ്ട് പേരെടുത്ത് പറഞ്ഞ് വിളിച്ച് ദുആ ചെയ്യുന്നത് ഉത്തരം നൽകപ്പെടാൻ സബബാണ്, കാരണമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, പാനീയം, വസ്ത്രം, അദ്ദേഹം വളർന്നു വന്നിരിക്കുന്നത് മുഴുവൻ ഹറാമിലൂടെയാണ്. ഫഅന്നാ യുസ്തജാബു ലഹ്, പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉത്തരം നൽകപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പോൾ വളരെ ഗുരുതരമായ കാര്യമാണ്. അമലുകൾ സ്വീകരിക്കപ്പെടാതെ, ദുആക്ക് ഉത്തരം നൽകപ്പെടാതെ പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നിഷിദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക, പാനീയങ്ങൾ കുടിക്കുക, അതിലൂടെ സമ്പാദിക്കുക. ഇത് വളരെ ഗുരുതരമായ കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നു. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, അവർക്ക് തീരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല എന്നല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടേക്കാം, പക്ഷെ അത് വിദൂരമാണ്. അവർക്ക് ഉത്തരം നൽകപ്പെടുക എന്നുള്ളത് പ്രയാസകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഉദ്ദേശിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ മാ അഖദ അമിനൽ ഹലാലി അമിനൽ ഹറാം. അന്ന് ജനങ്ങൾ അവർ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ച് തീരെ ഗൗരവമില്ലാത്തവരായിരിക്കും. അതിനെ കൂടുതൽ അവർ പരിഗണിക്കുകയില്ല. അത് ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ ഈ സമ്പാദ്യം, ഇതെങ്ങനെയാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്? ആളുകൾ പൊതുവെ പറയലുണ്ട്, എന്താണോ എൻ്റെ കയ്യിൽ കിട്ടുന്നത് അതെനിക്ക് അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അത് ശരിയല്ല. എന്താണോ സമ്പാദിക്കുന്നത് അത് ഹറാമായതാണോ ഹലാലായതാണോ, ഹറാമായ വഴിയാണോ അതല്ല ഹലാലായ വഴിയാണോ തിരിച്ചറിയുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വിശ്വാസിക്ക് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ ഒരു കാലം വരും അവിടെ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ആളുകളുടെ മുന്നിലുള്ള ലക്ഷ്യം. അത് ഏതു മാർഗവും അതിനവർ സ്വീകരിക്കും. എല്ലാ നിഷിദ്ധങ്ങളിലും അവർ ഏർപ്പെടും. സമ്പത്ത് കൈക്കലാക്കുക എന്നത് മാത്രമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ശിക്ഷയുണ്ട് എന്ന് ഖുർആനും പറയുന്നുണ്ട്, സുന്നത്തും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, യാ കഅബ് ബിൻ ഉജ്റ ലാ യർബു ലഹ്മുൻ മിൻ സുഹ്തിൻ ഇല്ലാ കാനത്തിൻ നാറു ഔലാ ബിഹി. ഏതൊരു ശരീരവും ഹറാം ഭക്ഷിച്ചുകൊണ്ട് വളരുന്നില്ല, ഒരു മാംസവും ഒരു മനുഷ്യനിൽ വളരുന്നില്ല, ഒരാളും വലുപ്പം വയ്ക്കുന്നില്ല, അവന് നരകം കൂടുതൽ അവകാശപ്പെട്ടിട്ടല്ലാതെ. ഹറാമിലൂടെ സമ്പാദിച്ച സമ്പത്താണ് ഒരാൾ ഭക്ഷിക്കുന്നത് എങ്കിൽ, കൊടുക്കുന്നതെങ്കിൽ, ധരിക്കുന്നത് എങ്കിൽ ആ ശരീരം നരകത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകി. എന്തുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറയാൻ കാരണം? അതിന് അടിസ്ഥാനപരമായി ഉലമാക്കൾ പറയുന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന സമ്പത്ത്, അത് ഏത് സമ്പത്തുമാകട്ടെ, അത് അള്ളാഹുവിൻ്റേതാണെന്നുള്ളതാണ്. സമ്പത്ത് നമ്മുടെ മിടുക്ക് കൊണ്ട്, നമ്മുടെ ജ്ഞാനം കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ കരുത്തുകൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ സമ്പാദിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് സമ്പത്ത് നൽകിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത് എല്ലാം ഇത് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റേതാണ് സമ്പത്ത് എന്നുള്ളത്. അള്ളാഹ് പറയുന്നു, വആതൂഹും മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, നിങ്ങൾ അവർക്ക് നൽകുക. എവിടെ നിന്നാണ് നൽകേണ്ടത്? മിൻമാലില്ല, അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന്. അല്ലദീ ആതാക്കും, ഏതാണത്? അവൻ നിങ്ങൾക്ക് നൽകിയത്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകുക. നിങ്ങളുടെ സമ്പത്തല്ല, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ സമ്പത്താണ്, അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖൗല ബിൻത് ഖൈസ് അൽ അൻസ്വാരിയ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന റിജാലൻ യതഖവ്വദൂന ഫീ മാലില്ലാ, ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിൻ്റെ സമ്പത്തിനെ വിനിയോഗിക്കും, അള്ളാഹുവിൻ്റെ സമ്പത്തിനെ അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കും. ബിഗൈരി ഹഖിൻ, ഹക്കായ മാർഗത്തിലല്ല, ശരിയായ രീതിയിലല്ല, അനർഹമായി കൊണ്ട് അതിനെ ദുർവ്യയം ചെയ്യും, ഹറാമായി കൊണ്ട് സമ്പാദിക്കും, ഹറാമായ രീതിയിൽ അതിനെ ചെലവഴിക്കും. ഫലഹുമുന്നാറു യൗമൽ ഖിയാമ, അവർക്ക് ഖിയാമത്ത് നാളിൽ നരകമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണത് യതഖവ്വദൂന ഫീ മാലില്ലാ, അള്ളാഹുവിൻ്റെ ധനത്തെയാണ്, അള്ളാഹുവിൻ്റെ ധനത്തെ അവരെന്ത് ചെയ്യുന്നു? അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ധനമല്ല, അള്ളാഹുവിൻ്റേതാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്ത് അവനിഷ്ടപ്പെടുന്ന, അവന് തൃപ്തിയുള്ളതായ മാർഗത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും. നാം ഒരാൾക്ക് പണം കൊടുത്തു, മക്കൾക്ക് പണം കൊടുത്തു, അവർ നമ്മുടെ വെറുപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ തീർത്തും അനർഹമായ നിലയിൽ അത് ദൂർത്തടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പണം കൊടുക്കുന്നവന് പ്രയാസമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ നൽകിയിരിക്കുന്ന സമ്പത്ത് അതിന് അവൻ്റെ ഇഷ്ടത്തിലാണ് ചിലവഴിക്കേണ്ടത്. ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്പത്ത് ചിലവഴിക്കുന്നു, ബിദ്അത്തുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹറാമുകൾക്ക് വേണ്ടിയിട്ട്, സിനിമകൾക്ക് വേണ്ടി, മ്യൂസിക്കുകൾക്ക് വേണ്ടി, വ്യഭിചാരത്തിന് വേണ്ടിയിട്ട്, പലിശയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ
ഒരു രൂപ ചെലവഴിക്കുന്നുണ്ടോ അത് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യമാണ് എന്നുള്ളതിനാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? സൂക്ഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖാദിറ, ദുനിയാവ് മധുരമേറിയതാണ്, മാധുര്യമുള്ളതാണ്, പച്ച പിടിച്ച് മാധുര്യമേറിയതാണ് ദുനിയാവ്. ജനങ്ങളുടെ ഹൃദയങ്ങളെ ആകർഷിപ്പിക്കുന്ന രീതിയിലാണത്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ, അള്ളാഹു നിങ്ങളെ അവിടെ കാലാകാലം വിട്ടേക്കുകയല്ല. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് താൽക്കാലികമായി, അതിനെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. ഫയൻദുറു കൈഫ തഅമലൂൻ, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദുനിയാവ് തന്നിട്ട് നിങ്ങളെ സ്വയേഷ്ടത്തിന് വിട്ടിരിക്കുകയല്ല, എങ്ങനെയാണ് നിങ്ങൾ അതിനെ വിനിയോഗിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഫത്തഖുദ്ദുനിയാ വത്തഖുന്നിസാ, നിങ്ങൾ ദുനിയാവിനെ കുറിച്ച് പേടിയുള്ളവരാകണം, അത് സമ്പാദിക്കുന്നതിനെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ചും ഉലമാക്കൾ അതിന് വിശദീകരിക്കുന്നുള്ളത് പറയുന്നുണ്ട്. സ്ത്രീകളുടെ ഫിത്നയിൽ അകപ്പെട്ട് സമ്പത്ത് നിഷിദ്ധമായി ചെലവഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. അതുകൊണ്ട് ദുനിയാവിൻ്റെ പളപളപ്പ് കണ്ട്, അതിൻ്റെ മാധുര്യം കണ്ട്, പച്ചപ്പ് കണ്ട് നിങ്ങൾ വഞ്ചിതരായി പോകേണ്ടതില്ല. അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം വേണം. അതിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ ഫിത്നയെ തൊട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീൽ കാനത് ഫിന്നിസാ, ബനു ഇസ്രായേലികളിൽ ഉണ്ടായ ഒന്നാമത്തെ ഫിത്ന അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക വിഷയത്തിൽ വിശ്വാസികൾ നല്ല ജാഗ്രത പാലിക്കണം. ഹലാല് മാത്രമായിരിക്കണം, ത്വയ്യിബായത് ശുദ്ധമായത് മാത്രമായിരിക്കണം നമ്മുടെ സമ്പാദ്യത്തിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും കച്ചവടം ചെയ്യുന്ന ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഭാഷ തന്നെ പ്രയാസമല്ലാത്ത രീതിയിൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലോകത്തുള്ള ഏത് പണ്ഡിതന്മാരിലേക്കും നമുക്ക് ബന്ധപ്പെടാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ, മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി ചെയ്യുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിൻ്റെ ഒരു ആമുഖമെന്നോണമാണ് ചില കാര്യങ്ങൾ ഉണർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങളുണ്ട്, ചില തത്വങ്ങൾ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏത് തരം കച്ചവടമാണ് നിഷിദ്ധമാകുന്നത് എന്നതിനെ സംബന്ധിച്ച് 10ഓളം ഖായിദകൾ, അടിസ്ഥാന നിയമങ്ങൾ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് തന്നെ കൃത്യമായി പഠിച്ചു വച്ചാൽ ഏത് കച്ചവടവും അത് അനുവദനീയമായതാണോ അതല്ല നിഷിദ്ധമായതാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളായിരിക്കും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കച്ചവടക്കാർ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഒരു തത്വമുണ്ട്. ഇത് കച്ചവടക്കാർക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ബാധകമായതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വലഹുല്ലാഹു ഖൈറൻ മിമ്മാ തറക്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഒരു കാര്യം ഒഴിവാക്കി, നിഷിദ്ധമായി ഇതിനെ വെടിഞ്ഞു, അതെനിക്ക് വേണ്ട, അത് അള്ളാഹുവിന് തൃപ്തിയില്ലാത്തതാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, ആ ലാഭം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഖൈറായതിന് അവന് നൽകുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും പല രീതിയിലുള്ള തട്ടിപ്പുകളും നടത്തുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബർക്കത്ത് നൽകുന്നത്, നിങ്ങൾക്ക് ഖൈർ നൽകുന്നത് ഹറാമിലല്ല, ഹലാലിലാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ച് അവൻ്റെ പ്രീതി കരഗതമാക്കാൻ നിഷിദ്ധമായത് വെടിഞ്ഞു, എന്നാൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. ഇതെല്ലാ വിഷയത്തിലും ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്. സമ്പത്ത്
ധാരാളം ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ള സമ്പത്ത് അനുവദനീയമാവുക എന്നുള്ളതാണ്. ഉലമാക്കൾ പറയുന്നൊരു തത്വമുണ്ട്, മക്കാസിബുൻ ഖലീൽ ഫീഹി ബറക. കുറച്ച് സമ്പാദ്യമേ ഒരാളുടെ കയ്യിലുള്ളൂ, പക്ഷെ അത് അനുഗ്രഹീതമാണ് എങ്കിൽ ഖൈറും മിൻ മക്കാസിബ കസീറത്തിൻ കുല്ലുഹാ ബവാർ ഹറാം. ഒരാളുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, പക്ഷെ മുഴുവനും നിഷിദ്ധമാണ്. അതിനേക്കാൾ ഖൈറ് കുറച്ച് സമ്പത്തേ ഉള്ളൂ, അതാകട്ടെ ബർക്കത്തുള്ളതാണ്, അനുവദനീയമായ രീതിയിൽ സമ്പാദിച്ചതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണാം, സമ്പാദ്യം അത് ബർക്കത്തുള്ളതാണോ എന്നുള്ളതാണ് പ്രശ്നം, എത്രയുണ്ട് എന്നുള്ളതല്ല. ഒരാൾക്ക് കുറച്ച് സമ്പാദ്യം ഉണ്ടാവുകയുള്ളൂ, പക്ഷെ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും, അതുകൊണ്ട് അവൻ എത്ര കാലവും ചിലപ്പോൾ ജീവിക്കാൻ സാധിക്കും. ഒരാൾക്ക് ധാരാളം പണമുണ്ട്, എണ്ണമുണ്ട്, പക്ഷേ അതുകൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കണമെന്നില്ല. വീണ്ടും വീണ്ടും ആർത്തിയോടെ അവൻ എന്ത് ചെയ്യും? നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ചു കൊണ്ടിരിക്കും. അതിലല്ല കാര്യം. പണം കുറവാണ് എങ്കിൽ പോലും അതിൽ ബർക്കത്തുണ്ടോ, അത് അനുവദനീയമായ മാർഗത്തിൽ സമ്പാദിച്ചതാണോ എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം, വമാ ആതൈതും മിൻ റിബ ലിയർബുവ ഫീ അംവാലിൻ നാസി. നിങ്ങൾ ജനങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ലാഭം കരഗതമാക്കാൻ, വളർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ട് പലിശ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന കടങ്ങളുണ്ടല്ലോ, പലിശ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന അങ്ങനെ ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് സമ്പത്ത് മുഖേന നിങ്ങൾക്ക് തടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആളുകൾക്ക് കടം കൊടുക്കുന്ന പണമുണ്ടല്ലോ, ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനൊരു വളർച്ചയും ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് യാതൊരു ബർക്കത്തും ഉണ്ടാവുകയില്ല, അത് വളരുകയില്ല. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിരിക്കാം പലിശയിൽ ഏർപ്പെടുന്നത്. എന്നാൽ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തുണ്ടല്ലോ, ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവരാണ് ഇരട്ടിയായിട്ട് സമ്പാദിക്കുന്നവർ, അവരാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം കരഗതമാക്കുന്നവർ എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ ധാരാളം സമ്പാദിക്കുക എന്നുള്ളതല്ല, എന്താണോ സമ്പാദിക്കുന്നത് അത് ശുദ്ധമായതായിരിക്കണം, ഹലാലായിരിക്കണം എന്നുള്ളത് തീർച്ചപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് കച്ചവടവുമായി ബന്ധപ്പെട്ട ഹലാൽ ഹറാമുകളെ തിരിച്ചറിയാൻ പറ്റുന്നതായ ഖായിദകൾ അടുത്ത ഖുതുബകളിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സനാ വഅഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.